ആ പൊന്തക്കാട്ടിന്റെ ഇടയിൽ കൂടെ പോകുമ്പോ ആന അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. കൂടുതലുള്ളവർ ഓടിക്കോന്ന് പറഞ്ഞ് ഞാൻ തിരിയുമ്പോഴേക്ക് എന്റെ അടുത്ത് എത്തിപ്പോയി. തിരിയുമ്പോഴേക്ക് ആന കുത്തേന്റെ ഇത് ഉണ്ടായി. ഇതാണ് പാട്. ഇതാണ് കൊമ്പെടുത്തിട്ട് മൊത്തം അടന്നു പോയതാ. അന്ന് തട്ടി കുത്തിയെറിഞ്ഞപ്പോ തന്നെ കഴുത്തിനും നല്ല പരിക്കായിരുന്നു. നട്ടെല്ലാം പോയതാണ്. പിന്നെ ശരിയായിട്ടില്ല. ഇപ്പോഴും കിടപ്പാണ്. ഇവിടെ ബ്ലഡ് മൊത്തം ചീറ്റുന്നുണ്ട്. പിന്നെ കൈവച്ച് തട്ടി നട്ടില് പൊട്ടി. ഇപ്പൊ ഈ ബ്ലഡ് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം പേടിച്ചിട്ട് പെട്ടെന്ന് എടുത്തപ്പോഴാണ് ഈ ഫൈനൽ കോഡൊക്കെ പോയത്. നമ്മൾ അറിയുന്നില്ലല്ലോ. കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കാര്യത്തിനെങ്കിലും വല്ല അവന്റെ മരുന്നിനും മറ്റതിനൊക്കെ പോകാനും സൗകര്യമായേനെ. അതൊന്നും നടന്നിട്ടില്ല. ഡയപ്പറിനൊക്കെ ഏകദേശം എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? ഇതിപ്പോ ഞാൻ വാങ്ങുന്ന ഒരു പാക്കറ്റിന് 500 അടുത്ത് വരും. 500 രൂപ തന്നെ വരും. അതിലാകെ 10 പീസേ ഉണ്ടാവുള്ളൂ. ഒരു മാസത്തിന് 30 എണ്ണം എന്തായാലും വേണ്ടേ. 30 പീസ് വേണം. ഒരു ദിവസം ഒരെണ്ണം മതി. ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇല്ലാത്ത കൊണ്ട് അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ ഇതാക്കേണ്ടി വരും. ഈ മറ്റേ ഡിസബിലിറ്റി എത്ര ശതമാനമാണ് ശരിക്കും? എനിക്ക് 75%. ബാക്കി സഹായം അമ്മയായിരിക്കുമല്ലോ ചെയ്യുന്നത്. അമ്മയ്ക്കും വേറെ പരിപാടിക്ക് പോകാൻ പറ്റൂലല്ലോ. നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ഇത് ഒരു വലിയ ചോദ്യത്തിന് അത് ചോദിച്ചിട്ടാണ്. ഇപ്പൊ അവനെ എന്താക്കും എന്നറിയില്ല. 31 വയസ്സേ ആയിട്ടുള്ളൂ. കിടപ്പ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ എങ്ങനെയാ ഇപ്പൊ സമയമൊക്കെ ചെലവഴിക്കുന്നത്? എങ്ങനെയാ സമയം? ഇപ്പൊ ഒരു മൊബൈലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. TV. ഇപ്പൊ 5 വർഷമായി ഇവിടെ ശരിക്കും റൂമിൽ തന്നെ കിടക്കുന്നല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന, കല്ലൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന മാറോട് കോളനിയിലാണ്. ഈ കോളനി നമ്മളിന്ന് സന്ദർശിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതായത് 2019 ഒരു യുവാവിനെ, അന്ന് ഒരു 27 വയസ്സൊക്കെ പ്രായമുള്ള ഒരു യുവാവിനെ ആന ആക്രമിക്കുകയും നടുവിന് കീപ്പോട്ട് തളർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ബിജു എന്നാണ് ആ ഒരു യുവാവിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു കോളനിയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ 2019 മുതൽ ഈ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ചലനമറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കറിയാം, ചെറുപ്പക്കാർ ഒക്കെ ഇത്തരം ഒരവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോവുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ദിവസം ഒന്ന് പനി പിടിച്ച് കിടന്നാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, എന്തെല്ലാം വിഷമങ്ങളാണ്. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിലൊരു കേസ് വന്നിട്ട് ആ ഒരു യുവാവിന് വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സയൊന്നും കിട്ടാതെ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. അതിന് കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു സഹായങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡിസബിലിറ്റിയുടെ ഒരളവനുസരിച്ചുള്ളതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മളിന്ന് നേരിട്ട് അദ്ദേഹത്തെ കാണാനായിട്ടാണ് പോകുന്നത്. കണ്ട് അദ്ദേഹം നേരിടുന്ന ആ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മളിന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ. കാരണം എന്താ പറയുക, ഒരു കഥന തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് ഇതിന് മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഫോറസ്റ്റ് വാച്ചറിൻ്റെ വീഡിയോ, നമ്മുടെ വെങ്കട്ദാസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീഡിയോ, വയനാട് തിരുനെല്ലി സ്വദേശിയുടെ. അദ്ദേഹത്തിനും ഇതേ ഒരു സമാന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇത്ര നാളൊന്നും കിടക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ 5 വർഷമായി ഇപ്പോൾ അദ്ദേഹം, ഈ ഒരു ബിജു എന്ന് പറഞ്ഞ ഒരു യുവാവ് ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇതാണ് മാറോട് കോളനിയുടെ ഒരു കാഴ്ച. ഈ ഒരു കോളനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളനിയുടെ ചുറ്റും വനമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം, ഇത് ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു ഭാഗം ഫോറസ്റ്റാണ്. അതുപോലെ ഈ കാണുന്ന ഇതിൻ്റെ അപ്പുറമുള്ള ഭാഗങ്ങളൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 സൈഡും ഫോറസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ മാറോട് കോളനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ ഗ്രാമം കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. അതിസുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം. പിന്നെ ഫോറസ്റ്റും മറ്റ് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഈ ഒരു സ്ഥലത്ത്. ഏതായാലും നമ്മൾ ആ സഹോദരൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആ ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു കൃത്യമായിട്ടൊരു റോഡും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള എന്താ പറയുക, ഒരു ആംബുലൻസൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയാണ് പറയാൻ. ഒരു ആംബുലൻസൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വീട് വരെയൊന്നും വരില്ല, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഏതായാലും കൂടുതൽ വിശേഷം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ബിജുവിൻ്റെ വീട്. നമുക്ക് ഏതായാലും അദ്ദേഹത്തെ നേരിട്ട് പോയിന്ന് കാണാം കേട്ടോ. പേരെങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ബിജു. എന്നാണ് ശരിക്കും സംഭവം ഉണ്ടായത്? ഇത് 2019 നവംബർ 8-ന്. നവംബർ 8. അതായത് 5 വർഷം ആറായില്ലേ? 5 വർഷം ആവാനായി. ആവാനായി. ഇപ്പൊ നവംബർ ഒന്നാവും. എന്തായിരുന്നു അന്ന്, എങ്ങനെയാണ് സംഭവം ഉണ്ടായേ? ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു കുളമുണ്ട്. പഞ്ചായത്ത് പണിക്കാരിങ്ങനെ കുളം കെട്ടുക, മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു കുളം ഉണ്ടാക്കിയതാ. അവിടെ ഇപ്പോ നമ്മൾ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങള് എല്ലാരും കൂടെ അവിടെ പോയതാ, കുളം കാണാനായിട്ട് പോയതാ. അപ്പൊ മൊത്തം പൊന്തക്കാടല്ലേ. ആ പൊന്തക്കാടിന്റെ ഇടയിൽ കൂടെ പോകുമ്പോ ആനയെ അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ആന ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെ കൂടുള്ളവരെ ഓടിക്കോന്ന് പറഞ്ഞ് ഞാൻ തിരിയുമ്പോഴേക്ക് എൻ്റെ അടുത്ത് എത്തിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ തിരിയുമ്പോഴേക്ക് ആന കുത്തേൻ്റെ ഇത് ഉണ്ടായി. ഇതാണ് പാട്. ഇതാണ് കൊമ്പെടുത്തിട്ട് മൊത്തം അടന്നു പോയതാ കഴുത്ത്. ഇവിടെ ബ്ലഡ് മൊത്തം ചീറ്റുന്നുണ്ട്. പിന്നെ കൈവച്ച് തട്ടി നട്ടില് പൊട്ടി. തുമ്പിക്കൈ കൊണ്ട് കാല് വെച്ച് തട്ടി, കൈ വെച്ച് തട്ടിയൊന്നും അറിയുന്നില്ല. അപ്പൊ ഈ ബ്ലഡ് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം പേടിച്ചിട്ട് പെട്ടെന്ന് എടുത്തപ്പോഴാണ് ഈ ഫൈനൽ കോഡൊക്കെ പോയത്. നമ്മൾ അറിയുന്നില്ലല്ലോ. വേഗം വാരി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കിയതാ. ചവിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ചവിട്ട് പുറത്ത് കിട്ടിയിട്ടുണ്ട്. കൊമ്പ് ഇവിടെ ഇതായിട്ടുണ്ട്, സ്റ്റിച്ചുണ്ട്. അതുകൊണ്ട് പകലാണോ അതെയോ വൈകിട്ട് 5 മണി 5:30 ആ സമയത്ത് വൈകിട്ട്. ഈ പ്രദേശം എങ്ങനെയാ? ഒത്തിരി ആനയുടെ വന്യമൃഗശല്യം ഉള്ള സ്ഥലമാണോ? പകലൊന്നും കുഴപ്പമില്ല, രാത്രി കൃഷിയിടത്ത് വരും. സ്ഥിരമായിട്ട് വരും. ചുറ്റും കാട് ഏകദേശം ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ചക്ക അങ്ങനെ എന്തിയൊക്കെ തിന്നാനായിട്ട് രാത്രി പറമ്പിൽ വരുന്നുണ്ട്. ആണല്ലേ? മറ്റേ കറണ്ട് ഫെൻസിങ്ങും കാര്യങ്ങളൊന്നുമില്ല? ഫെൻസിങ് ഉണ്ട്. അത് പണ്ട് പോർഷകാർ തുടങ്ങിയപ്പെട്ട ആനമാ. അത് പിന്നെ മെയിൻ്റെനൻസ് അങ്ങനെയൊന്നും കറക്റ്റായിട്ടില്ല. ഒരു ലൈൻ ആനയ്ക്ക് മാത്രമേ ഉണ്ട്, ബാക്കി ജീവികളൊക്കെ കടന്നു വരും. പിന്നെ ട്രെഞ്ച് ഉണ്ട്, അത് മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇങ്ങനെ കുഴി ആനയ്ക്ക് ഇപ്പൊ കയറി ഇറങ്ങി വരാനുള്ള മൊത്തം പോയി കിടക്കുക. കുറെ കാലമായില്ലേ. ഈ കോളനിയിൽ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും ഇവിടെ താമസക്കാര്? ഇതൊരു കോളനി, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഒരു 1.5 കിലോമീറ്ററോളം ഫുൾ ST കോളനികൾ തന്നെ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നത്. ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മൊത്തം STകൾ. ഞാൻ ST വിഭാഗത്തിൽ. ഓക്കെ. പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് കണ്ടിരുന്നോ? പോർഷുകാര് അവര് വന്നായിരുന്നു, പോർഷ്. പിന്നെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ MLA വന്നായിരുന്നു, IC ബാലകൃഷ്ണൻ ഒരു വട്ടം വന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ മെമ്പറൊക്കെ വന്ന് എന്തും ചെയ്തേരെ പറഞ്ഞു പോയതാ. പിന്നെ ആരും വന്നിട്ടൊന്നുമില്ല. ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? പോർഷന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ ചെലവായ പൈസ ഉണ്ടല്ലോ, അത് അവര് തന്നായിരുന്നു. അവരെ കൊണ്ട് അതേ തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് മാത്രം. ഏകദേശം അതെനിക്ക് 71 രൂപ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ കാശിൽ മെഡിക്കൽ കോളേജിൽ പോയി. പിന്നെ ഇവിടുന്നൊക്കെ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയതിന്റെ ബില്ലൊക്കെ കൂടി 71 രൂപ ഉണ്ടായിരുന്നു. അത് മാത്രം. അത് അവിടുന്ന് പിന്നെ ഒന്നും സർക്കാരിനായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അതിന്റെ പേര് അതിന് ഇതുവരെ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അത് മാത്രം കിട്ടും. അപ്പോൾ പിന്നെ ആരെങ്കിലും വഴി, അതായത് ഈ MLA വഴി ആരെങ്കിലും വഴി ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നോക്കിയായിരുന്നു? എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും നോക്കാം എന്ന് തന്നെ പറയുന്നുള്ളൂ. ആരും പറ്റൂല എന്ന് പറയുന്നില്ല, നോക്കാന്ന്. ഇതുവഴി ആരും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇപ്പത്തെ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് തന്നെ ഫുൾ അബദ്ധമാണ്. വരുന്നെങ്കിൽ ആംബുലൻസ് കയറണം, വീടിന്റെ ഇവിടം വരെ എത്തൂല വണ്ടി. മഴക്കാലം ആകുമ്പോ ഒട്ടും എത്തൂല. റോഡ് കൂടെ പോയിട്ട് ചെളിയായിരിക്കും. അത് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ കോൺക്രീറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ആംബുലൻസ് വരാത്തോണ്ട് എടുത്ത് കൊണ്ടുപോകും. അടുത്ത് റോഡ് വരെ കൊണ്ടുപോകും. അതായത് എത്ര ദൂരം ഉണ്ട് ഏകദേശം? ഇവിടുന്ന് ഒരു 50 മീറ്റർ പോലെ ഇങ്ങനെ എടുത്തോണ്ട് പോകണം. എടുത്തോണ്ട് പോകണം. പിന്നെ മറ്റേ റോഡ് എന്ന് പറഞ്ഞത് ടാറിങ് ഇല്ല, ഫുൾ കട്ടറാ.
അതും എപ്പോഴും MLA MP ഫണ്ടൊക്കെ ഉണ്ടെന്ന് പറയും, ടാറിങ് ഉണ്ടെന്നൊരു ബോർഡ് വെക്കും, കൊണ്ടുപോകും. അത് ഇതുവരെയായിട്ട് ST കോളനി ആയതുകൊണ്ടോന്ന് അറിയില്ല, ഇതുവരെയായിട്ട് അത് ടാറിങ് ശരിയായി തന്നില്ല. വീട്ടിൽ എത്ര പേരാ നിങ്ങള്? ഞങ്ങളിപ്പോ 3 പേരുണ്ട് വീട്ടിൽ. അച്ഛൻ, അമ്മ, ഒരു മോനാ? ഏട്ടനുണ്ട്. ഏട്ടനിപ്പോ മാറിയാ താമസിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് എടുത്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ കയ്യിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. പെൻഷൻ കിട്ടിയാലും മതിയായിരുന്നു, അതും ഇല്ല. പെൻഷൻ കിട്ടാത്തതിന്റെ കാരണം എന്താ? പെൻഷൻ കിട്ടാത്ത വരുമാനം കൂടുതലാന്ന് പറഞ്ഞിട്ട് പെൻഷൻ കിട്ടുന്നില്ല. എനിക്ക് കാർഡിൽ വരുമാനം കൂടുതലാ, കുറച്ച് കൂടുതലാന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. വെള്ളക്കാർഡ് ആയതുകൊണ്ടാണ്. ആ, വെള്ളക്കാർഡാണ്, അതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഈ മറ്റേ ഡിസബിലിറ്റി എത്ര ശതമാനമാണ് ശരിക്കും? എനിക്ക് 75%. സർക്കാർ ഡോക്ടർമാർ സീലിച്ച് തന്നതാ. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കാണിക്കുമ്പോഴും തരൂല എന്നാ പറയുന്നത്. കിട്ടൂലെന്ന്. ഈ ഒരു വെള്ളക്കാടിന്റെ പേരിലല്ലേ? വെള്ളക്കാടിന്റെ പേരിൽ. അച്ഛൻ ഗവൺമെന്റ് ജോലിയായിരുന്നു, ലാസ്റ്റ് ഗ്രേഡ് പ്യൂണായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിപ്പോ പെൻഷൻ പറ്റിട്ട് 2-3 വർഷമായി, ഇപ്പോഴും കിട്ടുന്നില്ല. അപ്പൊ അതും കൊണ്ടാണ് കുടുംബം ചെലവ് ഇങ്ങനെ പോകുന്നത്. പിന്നെ എന്റെ ഹോസ്പിറ്റലിൽ കേസ് വരുമ്പോഴും അങ്ങനെ വണ്ടി വിളിച്ച് പോകണം, അച്ഛൻ്റെ കയ്യിൽ നിന്നാ പോണത്. അത് ലാസ്റ്റ് ഗ്രേഡ് ആയിരുന്നു അച്ഛൻ വർക്ക് ചെയ്ത്, പ്യൂണായിട്ട് വർക്ക് ചെയ്ത് സ്കൂളിൽ. അതിന്റെ ഇത് മാത്രം. പെൻഷൻ പൈസ നല്ലൊരു ശതമാനം ഇതിനു വേണ്ടി ചെലവാക്കുക. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും സ്വന്തം വണ്ടി വിളിച്ച് അങ്ങനെ പോകണം, പോയി വരണം, അല്ലാതെ ഒന്നും ഇതാവില്ല. ഈ അപകടം പറ്റുന്ന സമയത്ത് എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ വീൽ അലൈൻമെന്റ് പ്രൈവറ്റ് ആയിട്ട് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 5 വർഷമായി ഇവിടെ ശരിക്കും റൂമിൽ തന്നെ കിടക്കുന്നല്ലേ? എന്ത് തോന്നുന്നു ഇപ്പൊ എനിക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, അതെന്തായാലും നല്ലതായിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എന്തെങ്കിലും ഇത് ശരിയാക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിപ്പോ ഫൈനൽ കോഡിന് പറ്റിയതാ. അപ്പൊ നമ്മൾ അത്യാവശ്യം പുറത്ത് ഫിസിയോതെറാപ്പി എന്തൊക്കെ ചെയ്താൽ അത്യാവശ്യം നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാവുന്ന പറയുന്നത്. ഇതിനും കുറച്ച് പൈസ വേണമല്ലോ. അങ്ങനെയായിട്ട് ഇപ്പൊ പൈസ പുറത്ത് പോകണം. നമ്മളിവിടെ കേരളത്തിൽ അതിൻ്റെതായിട്ട് സെറ്റപ്പിൽ ഇല്ലാന്ന് തോന്നുന്നു. വെല്ലൂര് അങ്ങനെയൊക്കെ ഉള്ളൂ. അവിടെ ഒക്കെ പോവുകയാണെങ്കിൽ പോയാൽ ശരിയാകാനുള്ള സാധ്യത ഉണ്ട്. സാരല്ല, നമുക്ക് കുറച്ച് നമ്മളെ കാര്യങ്ങൾ സ്റ്റഡി ആവും. ഫൈനൽ കോഡ് ആയതുകൊണ്ട് അത്ര ഗ്യാരണ്ടി പറയില്ല, എന്നാലും നമുക്കുള്ള ആവശ്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ തോന്നുന്നുണ്ട്. അതിന് നല്ല എമൗണ്ട് വരുമല്ലോ പോകാൻ. എണീറ്റ് ഇരിക്കാനും സ്വന്തം കാര്യം ഇതാക്കാനൊക്കെ ആയിട്ട്. അമ്മയ്ക്കും വേറെ പരിപാടിക്ക് പോകാൻ പറ്റൂലല്ലോ, ഇതിൽ തന്നെ നിക്കണം. ട്യൂബാണ്, ഇങ്ങോട്ട് അറിയില്ലല്ലോ, മൊത്തമായിട്ട് ട്യൂബാണ്. മാസം വരും, അവര് മാറ്റി പോകും. അതായത് എവിടെ മുതലാ ശരിക്കും? എനിക്ക് ഇതിന്റെ ഇങ്ങോട്ട് അറിയൂല, ഇതിന്റെ ഇങ്ങോട്ട് അറിയൂല. നെഞ്ചിന്റെ താഴോട്ടായിട്ട് വന്നിട്ട് താഴോട്ട് അറിയൂല, കാലിന്റെ അങ്ങോട്ടൊന്നും അറിയൂല. ഈ അപകടം സംഭവിക്കുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? അപകടം സംഭവിക്കുമ്പോ 27 വയസ്സ്. ഇപ്പൊ 32 വയസ്സല്ലേ? 32 വയസ്സ്. ഡയപ്പറിനൊക്കെ ഏകദേശം എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? ഇതിപ്പോ ഞാൻ വാങ്ങുന്ന ഒരു പാക്കറ്റിന് 500-ന്റെ അടുത്ത് വരും, 500 രൂപ തന്നെ വരും. അതിലാകെ 10 പീസേ ഉണ്ടാവുള്ളൂ. ഒരു മാസത്തിന് 30 എന്തായാലും വേണ്ടേ? 30 പീസ് കാണും. ഒരു ദിവസം ഒരെണ്ണം മതി. ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് ഇല്ലാത്ത കൊണ്ട്, അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ ഇതാക്കേണ്ടി വരും. പരമാവധി ഒരെണ്ണം വെച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു മാസത്തിന് എന്തായാലും 1500 റുപ്യന്റെ അടുത്ത് ഇത് വരുന്നുണ്ട്. 1500 റുപ്യ തന്നെ വരും. അതും കയ്യിൽ നിന്നല്ല പോണ്. ഒരു പെൻഷൻ അത് കിട്ടുകയാണെങ്കിൽ അതെങ്കിലും വാങ്ങിച്ചു പോകായിരുന്നു. പഞ്ചായത്തിൽ നിന്നൊക്കെ എന്തായിരുന്നു ഒരു സഹായമെല്ലാം ഉണ്ടായോ? പഞ്ചായത്തിൽ നിന്ന് സഹായമായിട്ടൊന്നുമില്ല. ഞാൻ ഈ പെൻഷന് വേണ്ടി പോകുമ്പോൾ അവിടെ പറ്റൂല, പഞ്ചായത്തിലല്ല അപേക്ഷിക്കേണ്ടത് നമുക്ക്. അവിടെ പോകുമ്പോൾ അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ആയിട്ട് അവരൊന്നും വന്നിട്ടില്ല. മെമ്പറൊക്കെ വരും, വന്നിട്ട് പോകും, നോക്കും. നമുക്ക് റോഡിന്റെ ആവശ്യമുണ്ട്, കോൺക്രീറ്റ് റോഡ് വീട് വരെ വരാനുള്ളത്. അത് പാസ് തരാന്നാ പറഞ്ഞത്, അത് ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, അല്ലാണ്ടൊന്നും വരില്ല. ഇലക്ഷൻ സമയത്ത് തന്നെ വന്നിട്ടുള്ളൂ. ഇപ്പൊ വന്നവരൊക്കെ പാർട്ടി ഇതിനു വേണ്ടി മാത്രം വരും, അല്ലാതെ ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ ഇവിടെ എങ്ങനെയാ സമയമൊക്കെ ചെലവഴിക്കുന്നത്? എങ്ങനെയാ സമയം? ഇപ്പൊ ഒരു മൊബൈലുണ്ട് ആകെ, അത് മാത്രമേ ഉള്ളൂ. ടി വി വീട്ടിൽ അങ്ങോട്ട് പോകണ്ടേ, അവർക്കും വേണം. രാത്രി മൊബൈലിലോട്ട് എങ്ങനെ പോകും? പിന്നെ എനിക്കൊരു സംഘടനയായിട്ടൊരു വീൽ ചെയർ തന്നിട്ടുണ്ട്. ആകെ സക്ഷമ എന്ന് പറഞ്ഞൊരു സംഘടന, അവര് വീൽ ചെയർ ഒക്കെ തന്നോണ്ട് അത്യാവശ്യം അങ്ങനെയൊക്കെ പോകും. വീൽ ചെയർ പിടിച്ചിരുത്തണം, വീട്ടിൽ കയറ്റി ഇരുത്തിയ
പിന്നെ അവിടെ ഇരുന്ന് പോയിക്കോളൂ. അത്ര തന്നെ ഉള്ളു. അതാണ് വീൽ ചെയർ ഉണ്ട്, അതിലിരുന്ന് പോകുകയാണെങ്കിൽ നമുക്ക് റോഡൊന്ന് കോൺക്രീറ്റ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അവിടെ വയൽ വരെ ഒന്ന് പോയിട്ടെങ്കിലും വരാം. വേറെ ആൾക്കാരെ വിളിക്കും, ഇവിടെ മുറ്റം വരെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ആളെ വിളിക്കേണ്ടി വരും. അത്രയോ. ഇപ്പോൾ ഇതിന് ചികിത്സിച്ച് ഭേദമാകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ, എന്തെങ്കിലും സഹായം കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത, ഒരു 10% ഒരു സാധ്യതയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യാൻ തന്നെ ഉള്ളു ആൾക്കാരെല്ലാം പറയുന്നവര്. അതിപ്പോ ഇവിടെ നല്ല നോക്കി ചെയ്യുക, അത്യാവശ്യം നോക്കി ചെയ്യുക. എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ശരിക്കും കിട്ടുവാണെങ്കിൽ പോയി കുറച്ച് കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഇപ്പൊ നമുക്കിത് ഫൈനൽ കോഡ് ആയതുകൊണ്ട് നമുക്ക് ഇതില്ല. അപ്പൊ നമ്മളൊരു കാര്യം കറക്റ്റായി നിൽക്കുകയാണെങ്കിൽ എൻ്റെ എവിടെയും നല്ല ചികിത്സ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടല്ല ഒന്ന് അന്വേഷിച്ചിട്ട് നോക്കണം അതിനെപ്പറ്റി ഇപ്പൊ ഇതില്ലാത്തോണ്ട് നോക്കിയിട്ടൊന്നും ഇല്ല, അങ്ങോട്ട് ചിന്തിക്കുന്നേ ഇല്ലല്ലോ. ശരിക്കും എത്രാം ക്ലാസ് എന്താ പഠിപ്പ്? ഞാൻ 10 കഴിഞ്ഞ് +2 പോയി, പിന്നെ ഓട്ടോമൊബൈൽ പോയി. ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ടാണ് പിന്നെ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടുണ്ടായിരുന്നത്. ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലേ? ഇല്ല, അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇതിനു മുന്നേ ഈ ചാനലിൽ കൂടെ ഇട്ട വീഡിയോസിന് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ബിജുവിൻ്റെ അക്കൗണ്ട് നമ്പർ ഏതായാലും ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും അതൊന്ന് കാണുക. അപ്പോൾ ആൾക്കാർ സഹായിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു സഹായം കിട്ടുകയും ബിജുവിന് ഇതിന് വേണ്ട ഒരു ഒരു സഹായം കിട്ടുകയും ഇവിടുന്ന് എങ്ങനെയും ഒന്ന് എഴുന്നേറ്റിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആണോ? ഇപ്പം കൊണ്ടുപോകാനാ? ഒരറ്റം മുതൽ ഒരറ്റം വരെ ആദിവാസികൾ മാത്രം 100 ഉണ്ടാവില്ല. ഇതൊക്കെ ആന വരുന്ന സ്ഥലമാണ്. ഈ പറമ്പിലുണ്ടായിരുന്ന ചക്കയും മാങ്ങയൊക്കെ പറിച്ച് ഈ വയലൊക്കെ കൃഷി ചെയ്യാൻ പറ്റാണ്ടാക്കി ഈ വാഴയൊക്കെ നട്ടായിരുന്നു. ഇതിലൊക്കെ കൃഷി ചെയ്യുമ്പോഴേ വാഴയും മറ്റു സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഇത് ഇരുട്ടാകുന്നതിന് മുന്നേ ആന വരും. എൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് വാസു. ചേട്ടൻ്റെ മോനല്ലേ? എൻ്റെ മോനാണ് ബിജു. ഈ കുളത്തിൻ്റെ കരയിൽ നിന്നാണ് അവൻ ആന 19 തട്ടി നട്ടെല്ല് വെട്ടി കിടക്കുന്നത്. ആ വലിയ തിണ്ട് കാണുന്നത് അതാണ് കുളമാണ്, അതിൻ്റെ കരയിൽ നിന്ന്. ഇതിപ്പോൾ അന്ന് ചേട്ടനെ അപ്പം തന്നെ അറിഞ്ഞായിരുന്നോ സംഭവം? ഞാൻ അന്ന് അറിഞ്ഞില്ല, ഞാൻ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. അവനും അവൻ്റെ കൂടെ വന്നവരാണ് വന്നത്. എൻ്റെ മൂത്ത മോനൊക്കെ കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതിന് ശേഷമാണ് ഞാനൊക്കെ പോയി കാണുന്നത്. അപ്പം അന്ന് തട്ടി കുത്തിയെറിഞ്ഞപ്പോൾ തന്നെ കഴുത്തിനും നല്ല പരിക്കായിരുന്നു. നട്ടെല്ല് എപ്പോഴേ പോയതാണ്, പിന്നെ ശരിയായിട്ടില്ല, എപ്പോഴും കിടപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ആന എല്ലാ സമയം വരുന്നുണ്ട്, രാത്രിയിലും പകലും ഒക്കെ വരും. എല്ലാ സമയം വരും അല്ലേ? അപ്പം അന്നേ ദിവസം ശരിക്കും ഇവിടെ എന്തിനു പോയതാ ശരിക്കും? ഇവിടെ അവൻ എന്തോ പണിക്കാരൊക്കെ ഉണ്ട്, ഇവിടെ അവനെ കാണാൻ വന്നാണ്. അപ്പം എന്തോ ഒച്ചയായിട്ട് നോക്കാൻ പോകുമ്പോൾ ആന അവൻ കണ്ടില്ല, അവനെ തട്ടിയിട്ടു, കുത്തിയെറിഞ്ഞു. എന്താ സഹായം എവിടെന്തെങ്കിലും ലഭിച്ചായിരുന്നോ? സഹായം വനം വകുപ്പാണ് കൊണ്ടുപോയതും ചെലവൊക്കെ ചെയ്ത്. പിന്നെ അതിനുശേഷം മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആക്കിയത്. അതിനുശേഷം അവിടെ കിടന്നതിന് ശേഷം പിന്നെ അവൻ്റെ നട്ടെല്ല് ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ വിംസിൽ കുറേ കാലം കിടന്നു. അതിൻ്റെ മരുന്നിൻ്റെ പൈസ മാത്രം കിട്ടി, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഫോറസ്റ്റിൽ നിന്ന് മരുന്നിൻ്റെ പൈസ മാത്രം കിട്ടും. അതായത് 71,000 രൂപ ആണല്ലേ? ബാക്കിയെല്ലാം ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ നിന്ന് ചേട്ടൻ വന്നപ്പോൾ കണ്ടില്ല, ഇവിടെ നഴ്സുമാരും വന്ന് ഹെൽത്തുകാരും ഇവൻ്റെ ആ പൈപ്പൊക്കെ മാറ്റിയ ബുദ്ധിമുട്ടായി. പിന്നെയും മിംസിൽ കൊണ്ടുപോയി. മിംസിൽ നിന്നാണ്, മേപ്പാടി മിംസിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള ചികിത്സകളൊക്കെ ചെയ്ത് കൊണ്ടുവന്ന്. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോണു. 5 വർഷമായില്ലേ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷമായി. ഇത് പുറത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ശരിയാവുമോ? ശരിയാവും. മെയിൻ ഡോക്ടർ പറഞ്ഞാൽ ആകാൻ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. നട്ടെല്ലിൻ്റെ പനിൽക്കൂട് പോയിന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കടപ്പ് എണിക്കാൻ പറ്റുന്നില്ല.
അല്ല ഞാനിപ്പോൾ ബിജുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുറത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഒരു പക്ഷേ സ്വന്തം കാര്യങ്ങൾ നോക്കാനെങ്കിലും ആകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതൊന്ന് ചികിത്സിക്കാനുള്ള ഒരു പ്രശ്നം, വരുമാനത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അതങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇത്രയും വലിയ നമുക്കുള്ളതെല്ലാം അവനെ തന്നെയാണ് നോക്കിയാണ് ഇങ്ങനെ ചെയ്ത്. ഇനിയിപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുപോകാന്നല്ലാണ്ട് ഇനിയും കൊണ്ട് പുറത്ത് കൊണ്ട് ചികിത്സിക്കാനുള്ള കഴിവ് നമുക്കില്ല. ഇല്ല. എന്തെങ്കിലും സഹായമൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്യാം അല്ലേ? കിട്ടിയാൽ ഇപ്പോൾ ഇനി സർക്കാരല്ലേ തന്നെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അവന് പഞ്ചായത്തിൻ്റെ അനുകൂലം പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പെൻഷനൊന്നുമില്ല. ഇതൊക്കെ ആളുകളുടെ വീടും സ്ഥലമൊക്കെയാണ്. ഇതൊക്കെ ആനതാ തെങ്ങിനെയൊക്കെ കുത്തിമറിച്ചിരിക്കുന്നതാ, ഇതാ കുത്തിപ്പൊളിച്ച് തൊലി പൊളിക്കുന്നത് ഇതൊക്കെ തെങ്ങാണ്. ഭയങ്കര ആനശല്യല്ലേ അവിടെ? ആന മാത്രമേ ഉള്ളൂ, വേറെ എന്ത്? ആന, മാന്, കുരങ്ങ്, കുരങ്ങുണ്ടല്ലേ? കുരങ്ങുണ്ട്, മാനുണ്ട്, മയിലും പന്നിയും. അതുകൊണ്ട് ഓരോ തെങ്ങിനെയും ആന, ഇത് ആനയുടെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ നിന്നൊക്കെയാണ് താഴെ പോയി താമസിക്കുന്നത്. ഇട്ട് പോയതല്ലേ? ഇതാ പോകുന്ന ആളുകൾ ഇതാണിത്. സ്ഥലം ഇട്ട് പോയതല്ലേ? സ്ഥലം ഇട്ടല്ല, കൃഷി ചെയ്യലുണ്ട്. ഇപ്പം ഇങ്ങനെ കൂടിയത് കൊണ്ട് ഇതാണ് ആനയുടെ. ഇതാന രാത്രി ആകുമ്പോഴത്തേന് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന കന്നാലിനെയൊക്കെ നോക്കി ആന കുത്തിപ്പൊളിക്കുന്നതാണ് അതൊക്കെ. തെങ്ങിൻ്റെ അല്ലേ? തെങ്ങയിലൊക്കെ പാട് വേണം കേട്ടോ. അതും ഇതും അതെ, പരമാവധി എത്താവുന്നതിൻ്റെ പരമാവധി തെങ്ങലുണ്ടല്ലേ? തെങ്ങ് മറിച്ച് കളയുന്നുണ്ടാവില്ലേ? ഓ, തെങ്ങ് മറിച്ച് കളയുന്നുണ്ട്. ആ ബണ്ടല്ലേ? ബണ്ട് കാണുന്നതിൻ്റെ മേലെ ഭാഗം. അതൊരു ബണ്ട് വെള്ളമുണ്ടല്ലേ? നല്ല വെള്ളമുണ്ട്. ഈ കാണുന്ന ബണ്ടല്ലേ? അവിടെ വെച്ചിട്ടാണല്ലേ സംഭവം? അതിൻ്റെ കരയിൽ. ഇത് പണ്ട് നല്ല കൃഷിഭൂമിയാണ്. ഇപ്പം ഈ ആനശല്യം കൂടിയത് കൊണ്ടാണ് ആളുകൾ ഇപ്പം ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞ തവണ കൃഷിഭൂമിയായിട്ട് കിടക്കുന്നല്ലേ? വാഴയൊക്കെ ചെയ്ത്, വാഴയും മറ്റുള്ളതൊക്കെ ചെയ്ത് ഇപ്പോൾ ആനശല്യത്തിന് ഇക്കൊല്ലം കൃഷി ഇറക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കന്നാലിയും പശുക്കളെയും വളർത്തി, അതൊക്കെ പശുക്കളെ വളർത്തുന്നതാണ്. SD-കാർക്ക് എപ്പോഴും അനുകൂലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട്, അത് 2000 സൈഡ് കെട്ടി കല്ലിട്ടതല്ലാണ്ട് അതിന് ശേഷം പിന്നെ അതിൽ പൊതുപണി നടന്നിട്ടില്ല. ഓരോ ഭാഗം പഞ്ചായത്തിനെന്ത് ചെറിയ പണി നടക്കുക എന്നല്ലാണ്ട് റോഡ് സൈഡ് കെട്ടി കല്ലിട്ടിട്ട് 2000 കല്ലിട്ട് സൈഡ് കെട്ടി. അതിന് ശേഷം പിന്നെ അതിൽ ടാറിങ് മേലെ എത്തിയിട്ടില്ല, പകുതി വരെ എത്തിയിട്ടുള്ളൂ. അതൊന്നും നന്നായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ തോന്നണേ എൻ്റെ മകനെ ആയതുകൊണ്ട് എവിടെയും കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് പോലും വരാൻ പറ്റാത്ത അത്ര ചിലപ്പോൾ സമയത്തുള്ള കുഴി. പിന്നെ വീടിൻ്റെ മുറ്റം അവിടുന്ന് താഴെ വരെ ഒരു 50 മീറ്ററോളം SD-ക്ക് ഫണ്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഫുട്പാത്ത് ഉണ്ടാക്കി തരുന്നൊക്കെ പറയുന്നതല്ലാണ്ട് അതൊന്നും നടന്നിട്ടില്ല. നമ്മൾ അവിടുന്ന് കയ്യിലാണ് കഴിഞ്ഞ ദിവസം അവൻ ഏറ്റിക്കൊണ്ട് വന്ന് ആംബുലൻസ് വിളിച്ച് കയറ്റി പോണത്. വലിയ വണ്ടി കയറാനും പറ്റില്ല. അങ്ങനെയുണ്ട് ഒരു ബുദ്ധിമുട്ട്. ഒരു SD മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മാറോട് എന്ന് പറഞ്ഞ പ്രദേശം. അത് ഏത് വിഭാഗക്കാരാ കൂടുതൽ? SD-യിൽ പണിയ, കാട്ടുനായക്ക, കുറുമ, ഈ 3 വർഗ്ഗക്കാരേ ഉള്ളൂ. ജനറൽ ആളുകളൊന്നുമില്ല. റോഡിന്റെ കാര്യം വാഗ്ദാനങ്ങളൊന്നും അല്ല, വരുമ്പോൾ കഴിഞ്ഞ തവണയും വന്നിരുന്നു, ബോർഡ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് റോഡ് പാസ്സായിട്ടുണ്ട്, 10 ലക്ഷം ബോർഡ് വെച്ചിരുന്നു. കല്ലുമുക്കിൽ ബോർഡും കണ്ടു. അത് കഴിഞ്ഞ ഇലക്ഷനും കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോർഡും കണ്ടില്ല, റോഡും കണ്ടില്ല. പിന്നെ റോഡ് ടാറിങ് ഒന്നും അങ്ങോട്ടേക്ക് നടന്നിട്ടില്ല. അതുപോലെ തന്നെ പെൻഷൻ്റെ കാര്യമോ? പെൻഷൻ്റെ മകന് ഞാനൊരു ചെറിയൊരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റായി റിട്ടയർ ചെയ്താണ്. അതുള്ളത് കൊണ്ട് പഞ്ചായത്ത് പറയുന്നവൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, വരുമാനം പരിധിക്ക് മേലെയാണ്. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിലാണ്. കിട്ടുന്ന വരുമാനം മൊത്തം. പിന്നെ നമ്മൾ നവകേരളത്തിൻ്റെ പദ്ധതിയിൽ കൊടുത്തിരുന്നു, പഞ്ചായത്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അന്നേരം പഞ്ചായത്തിന് ആളൊക്കെ വന്ന് നോക്കിയിരുന്നു. പിന്നെ അതിന് ശേഷവും പിന്നെ ഒന്നും ബാക്കിയൊന്നും അറിയില്ല. കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ കാര്യത്തിനെങ്കിലും വല്ല അവൻ്റെ മരുന്നിനും മറ്റതിനൊക്കെ പോകാനും സൗകര്യമായേനെ. അതൊന്നും നടന്നിട്ടില്ല. നമ്മൾ നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ഇത് ഒരു വലിയ ചോദ്യചിഹ്നം. അത് ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ അവനെ എന്താക്കും എന്നറിയില്ല. 31 വയസ്സേ ആയിട്ടുള്ളൂ, കിടപ്പ് തന്നെയാണ്. വൈകിട്ടൊരു 6 മണി 6:30 കഴിഞ്ഞാൽ ഇവിടെ
ഭയങ്കര ആനശല്യമാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത്. ആ കണ്ട പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു പ്രദേശം നിങ്ങൾ കാണുന്ന ആ പച്ചയുള്ള സ്ഥലം കേട്ടോ. അവിടെ നേരെ ഇങ്ങോട്ടുള്ളൊരു വീടാണിത്. ആ സ്ഥലമൊക്കെ അവരുടെയാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ പുറകിലൊക്കെ എല്ലാ ദിവസവും ആന വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. ആ വീടിൻ്റെ പുറകുവശത്തായിട്ടുള്ള ചക്ക പറിക്കാൻ വന്നാൽ അല്ലേ? ഇതാ ഷീറ്റ് മൊത്തം പൊട്ടിച്ചു. ഭാഗ്യത്തിന് ഇതിലാണ് വന്ന് കയറാൻ വരുന്നത്. ഇതൊക്കെ ചവിട്ട് പാടില്ല. അതെ മുറുകൽ ഇതിലേക്ക് വീട്ടിലേക്കാണ്ട് അവിടെ പുറത്ത് വരെ വന്നിറങ്ങി പെരച്ച് വരെ ചവിട്ട് പൊളിച്ചു. ആണല്ലേ? വലിയ ആനയാ? വലുത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സ്ഥിരം വരുന്നുണ്ടല്ലേ? സ്ഥിരം വരുന്നുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ നമ്മളുള്ള നാട്ടുകാരുടെ ഒരു അവസ്ഥ. എങ്ങനെ ഇവിടുന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്താ പറയുക സ്ഥലം വിൽക്കാനും പറ്റൂലായിരിക്കും അല്ലേ? ഇത് ലീസ് ഭൂമിയാണ്. ആ അങ്ങനല്ലേ? സർക്കാരിന്റെ പോർഷനിൽ ലീസ് ഭൂമിയാണ്. ലീസ് ഭൂമിയാണ്? ലീസ് ഭൂമിയാണ്. ഓഹോ. ഇവിടുന്ന് മാറിപ്പോകാൻ പിന്നെ സ്ഥലമില്ല. ഓഹോ. എങ്ങോട്ട് പോകും? ലീസ് ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാളത്തേക്കാ? അത് എത്ര നാളേക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല സർക്കാർ തന്നേക്കുന്ന സ്ഥലമാണ്. സർക്കാർ പതിച്ചു തന്നതല്ല, വന്നിട്ടില്ല. എങ്കിലും ഒരു സംഭവമാണ്. കൈവശ രേഖ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് താമസിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ താമസിക്കാൻ അങ്ങനെ ഒരു സ്ഥലം വരുമ്പോൾ ഇവിടെ മറ്റു ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും നോക്കണ്ടേ? അത് അതെ. ഓ കുറെ കാലമായിട്ടുള്ള അല്ലേ? കുറെ കാലമായിട്ടുള്ള അല്ലേ? അച്ഛൻ്റെ ഒക്കെ കാലം ആണല്ലേ? 90 വർഷത്തോളം അല്ലേ? അതെ 90 വർഷം 100 വർഷം 90 വർഷമൊക്കെ ആയിട്ട് ഇവിടെ താമസമുണ്ട് അല്ലേ? ഓഹോ. ആ ആണല്ലേ? അവിടുത്തെ തെങ്ങ് അവിടെ വീട് മുറ്റാണത്. ഇപ്പോൾ നമ്മൾ വാസുചേട്ടൻ സംസാരിക്കുന്നതും കേട്ടു, അതുപോലെ തന്നെ ബിജു സംസാരിക്കുന്നതും കേട്ടു കേട്ടോ. രണ്ടുപേരുടെയും പ്രശ്നങ്ങളും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളൊക്കെ അവർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഇതുപോലെ 5 വർഷമൊക്കെ അവിടെ വന്ന് ഇങ്ങനെ ഒരു വീട്ടിലിങ്ങനെ ഒരു കട്ടിലയിൽ ഇങ്ങനെ ഒന്നും മേലാതെ ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഊഹിക്കാൻ പറ്റുന്നതിലും അധികമാണ്. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് ഒരു ദിവസം ഒന്ന് കിടക്കേണ്ടി വന്നാലത്തെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. ഇപ്പോൾ 5 വർഷമായിട്ട് പുള്ളി കട്ടിലേ തന്നെ ഇങ്ങനെ കിടക്കുവാണ്. പ്രാഥമിക കാര്യങ്ങൾ പോലും അമ്മയോ അച്ഛനോ ഇല്ലാതെ നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് പോയിട്ട് ഇതെന്തെങ്കിലും ഒരു ചികിത്സ നടത്തി ഇത് ശരിയാക്കാനുള്ള 1% ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പൈസ ഇല്ലാത്ത തന്നെയാണ് കാരണം. ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു വിഷയമൊക്കെ വീട്ടിലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കണക്കാണ്. കുടുംബം ദരിദ്രമായി പോകും, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം പട്ടിണി ഇല്ലാണ്ട് പോകുന്നത് മാത്രം. പക്ഷേ ആ ഒരു യുവാവ് അദ്ദേഹം നമുക്കറിയാം ടയർ വീൽ അലൈൻമെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത്യാവശ്യം പഠിപ്പുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തിരിച്ച് എന്തെങ്കിലും സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമ്മൾ ആ വിഷമം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നത്. ഞാനങ്ങനെ എല്ലാവരുടെയും അക്കൗണ്ട് നമ്പറൊന്നും നമ്മൾ ചാനലിൽ കൂടെ കാണിക്കാറില്ല. അപ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുവാണെങ്കിൽ ഒന്ന് ചെയ്യാൻ മടിക്കില്ല കേട്ടോ. അച്ഛനും അമ്മയും ഇപ്പോൾ അവരുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മകനെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വിഷമത്തിലാണ് അവരും നിൽക്കുന്നത്. ഇപ്പോൾ സ്വന്തം കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലേക്ക് ആ ഒരു യുവാവ് എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും. നമ്മുടെ സൊസൈറ്റിക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു അച്ഛൻ്റെയും അതുപോലെ തന്നെ അവിടെ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു യുവാവിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഇത്രയ്ക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കാൻ മറക്കാതിരിക്കുക. താങ്ക് യു.